ഹായ് ഓൾ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് കബ്സയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വിറകടുപ്പിൽ എങ്ങനെ ഈസി ആയിട്ട് കബ്സ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ചോറിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ആദ്യം അതൊന്നും നമുക്ക് തിളപ്പിച്ച് വെക്കാം. അതിനായിട്ട് തീ കത്തിച്ചതിന് ശേഷം കുറച്ച് വെള്ളം, അതായത് നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് ആ അരിയുടെ ഇരട്ടി വെള്ളം നമ്മൾ ഇതിലോട്ട് വെക്കണം. അതായത് നമ്മൾ 4 കപ്പ് അരിയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ 8 കപ്പ് വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെക്കണം. അങ്ങനെ ഞാനെടുത്ത അരിയുടെ അളവ് പാത്രത്തിനനുസരിച്ചിട്ട് ഇരട്ടിയായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഇത് നമുക്ക് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ കബ്സ ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലാണ് ചോറ് റെഡിയാക്കുന്നത്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പം സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞതാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരെ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറുവപ്പട്ട, ഗ്രാമ്പു, കുരുമുളക് ഇത്രയാണ്. കറുവപ്പട്ട ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ളത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു 8 ഗ്രാമ്പുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് ഒരു ടീസ്പൂൺ കുരുമുളകും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ, ഒന്ന് ചതച്ചെടുത്തതാണ്. ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി ഒരു 13 അല്ലി വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വലിയ 2 തക്കാളി മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. തക്കാളി വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നേരിട്ട് തന്നെ മിക്സിയിൽ അടിച്ചിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുകൂടാതെ ഒരു ചിക്കൻ ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോയുടെ ചോറാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 കിലോ ചിക്കനാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഏകദേശം ഒരു 3/4 കിലോ ചിക്കനോളം ഇടുന്നുള്ളൂ. അപ്പം അത്രയും ചിക്കൻ ഒന്ന് ഇതിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അടുത്തതായി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളത് ടൊമാറ്റോ സോസാണ്. ഞാനൊരു ടൊമാറ്റോ സോസാണ് എടുക്കുന്നത്. ടൊമാറ്റോ പേസ്റ്റ് ആയിരിക്കും സോസിലേറെ ടേസ്റ്റ്. അപ്പോൾ പേസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. അല്ല സോസാണ് എന്നുണ്ടെങ്കിൽ അതൊരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് അല്ല, അതിന് പകരം ചീരമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനോട് കൂടെ തന്നെ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിന് 1 പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2 പാത്രം വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രം 1 കിലോ അരിക്ക് തുല്യമാണ് കേട്ടോ. 1 കിലോ അരി ഈ ഒരു പാത്രത്തിന് കറക്റ്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു പാത്രം തന്നെ അളവ് പാത്രമായിട്ട് എടുത്തിട്ടുള്ളത്.
അപ്പോൾ അതൊന്ന് നമുക്ക് ഈ 2 കപ്പ് വെള്ളം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ തിളപ്പിച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ 2 മിനിറ്റ് മതിയാവും ഇതൊന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മുടെ അരി. ഞാൻ അരമണിക്കൂർ മുമ്പേ തന്നെ അരി വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് അരമണിക്കൂറിന് ശേഷം എടുത്തിട്ട് വെള്ളം മാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. ഇനി ഇത് നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ട് തിളക്കുന്ന സമയത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിരട്ട വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് തീയൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ, അത് തന്നെ 1 ടീസ്പൂണോളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ അരി വേറിട്ട് നിൽക്കാനും നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കബ്സയുടെ പൊടി ഉണ്ടല്ലോ, കബ്സ മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഉണ്ടല്ലോ, അതൊന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടാതെ നമുക്ക് ഉണക്ക നാരങ്ങ കൂടി ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഈ സമയത്താണ് നാരങ്ങ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ നാരങ്ങ കൂടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ചട്നി കൂടി റെഡിയാക്കി എടുക്കാം. നമ്മൾ തക്കാളി കൊണ്ട് ഉണ്ടാക്കുന്ന ചട്നി ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 തക്കാളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ മല്ലിയില ഉണ്ടല്ലോ, വീട്ടിലുണ്ടാവുന്ന മല്ലിയിലയാണത്. ഇതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഇലയെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി, ഉപ്പ്, ഇത്ര ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കിയിട്ടുള്ളതാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കബ്സ ഒന്നുകൂടി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് കനലിലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അത്രയും മതി. പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഇത് ഇളക്കിയിട്ട് കുറേ നേരം ഒന്ന് യോജിപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒന്ന് വെയിറ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തീ ഒന്ന് കുറച്ച് വെക്കുക. നമ്മൾ ദം ഇടുമല്ലോ ബിരിയാണിക്കൊക്കെ, അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 25-30 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് എടുത്താൽ മതി. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു 20-25 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കബ്സയുടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ചോറ് ഇത് നന്നായിട്ട് കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ കിട്ടണം. അപ്പോൾ നമ്മളിങ്ങനെ കണലിലിട്ട് വെച്ചാൽ ഇതുപോലെ അടിയിലൊന്നും പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചോറ് കിട്ടും. അപ്പം ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കബ്സ? നന്നായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടില്ലേ? അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്ത് നോക്കുക. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടാതെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടി കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക.
അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.